ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവുവിന്റെ കല്യാണം തീരുമാനിക്കുകയാണ് കേട്ടോ. സച്ചിക്കും ദേവുവിന്റെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന് തന്നെയാണ്. ദേവു ആണെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനൊക്കെ ആയിട്ട് ഇഷ്ടത്തിലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യം ആദ്യം ദേവു പറയുന്നത് രേവതിയുടെ അടുത്ത് തന്നെയാണ്. രേവതി ആണെങ്കിൽ നല്ല സപ്പോർട്ടോടു കൂടി തന്നെ ദേവുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അമ്മയോടും സച്ചിയേട്ടനോടും താൻ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നൊക്കെ രേവതി ദേവുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചിക്ക് രേവതി ഇക്കാര്യം വന്ന് പറയൂ, സച്ചിക്ക് ഈ ബന്ധത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. ലക്ഷ്മി അമ്മയാണെങ്കിൽ സച്ചി എന്ത് തീരുമാനം എടുക്കുന്നു ആ രീതിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലാണ്. ദേവുവിനാണെങ്കിൽ അരുൺ എന്ന് വെച്ചാൽ ജീവനാണ്. അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത അത്രയും ഇഷ്ടത്തിലായിട്ടുണ്ടാവും. രേവതി സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഈ ബന്ധത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. ദേവു ആണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടനെ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ എന്നെല്ലാം ഓർത്ത് ദേവു ആ സമയം പൊട്ടിക്കരയുന്നുണ്ട്. സച്ചിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അരുണുമായിട്ടൊന്ന് മാറി നിൽക്കാനൊക്കെ ദേവു ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിൽ പൂർണ്ണമായിട്ടും വിജയിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമേൽ ഇഷ്ടത്തിലാണല്ലോ രണ്ടുപേരും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് പിരിയാൻ പറ്റുകയില്ല. അങ്ങനെ അവസാനം ദേവും അതുപോലെ അരുണും ചേർന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ഇതിനിടയിൽ സച്ചി ദേവുവിന് കുറെ വിവാഹാലോചനകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ദേവും അരുണും രജിസ്റ്റർ മാരേജ് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും. രേവതിക്കാണെങ്കിലും അരുണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. തന്റെ അനിയത്തിയെ അരുൺ നല്ല രീതിയിൽ തന്നെ നോക്കുമെന്നുള്ള കാര്യം രേവതിക്ക് ഉറപ്പാവുന്നുണ്ട്. അരുൺ നല്ലൊരു പയ്യനാണെന്ന് രേവതി ദേവുവിന്റെ അടുത്തും പറയുന്നൊക്കെ ഉണ്ട്. പിന്നീട് രേവതി സച്ചിയോടും ദേവു ആണെങ്കിൽ ഇനി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. അരുണുമായിട്ടുള്ള കല്യാണം അതുകൊണ്ട് നമുക്ക് നടത്തി കൊടുത്താലോ സച്ചിയേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും വകവയ്ക്കാതെ ദേവുവിന് വേണ്ടി വീണ്ടും വേറെ പല കല്യാണാലോചനകൾ കൊണ്ടുവരുന്നുണ്ട്. ഒടുവിൽ അരുണിനാണെങ്കിലും മനസ്സിലാവുകയാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സച്ചിയേട്ടൻ നിർബന്ധിച്ച് ദേവുവിനെ മറ്റൊരു വിവാഹം കഴിച്ച് വിടുമെന്ന്. അതുകൊണ്ട് തന്നെ അരുൺ ദേവുവിനോട് പറയുന്നുണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന്. ദേവു ആണെങ്കിലും രജിസ്റ്റർ മാരേജിന് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ ദേവു ഇക്കാര്യങ്ങളൊന്നും സച്ചിയോടോ അതുപോലെ ലക്ഷ്മി അമ്മയോടോ ഒന്നും പറയുന്നുണ്ടാവില്ല. രേവതിയോട് മാത്രമാണ് ആകെ കൂടെ പറയുന്നത്. രേവതി ആണെങ്കിലോ ദേവുവിന് കൂട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവുവും രേവതിയും ചേർന്നിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സച്ചി അറിയാതെ രേവതി കൂട്ട് നിന്ന് ദേവുവിന്റെയും അരുണിന്റെയും കല്യാണം ഗംഭീരമായിട്ട് നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. തന്റെ കല്യാണം രേവതി ചേച്ചി നടത്തി തന്നതിൽ ദേവുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. രേവതിക്കൊപ്പം സച്ചിയേട്ടനും കൂടെ ഉണ്ടാവണമെന്ന് ദേവു ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സച്ചി അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ദേവുവിന് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. പിന്നീട് അങ്ങനെ വീണ്ടും സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രേവതി. ദേവു ഇനി അരുണിനെ മറന്ന് മറ്റൊരു വിവാഹത്തിനൊന്നും ഒരിക്കലും തയ്യാറാവില്ലെന്ന് രേവതി സച്ചിയോട് പറയുമ്പോഴാണ് സച്ചി ഒന്നും കൂടെ അതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കുന്നത്. അവസാനം ഇനി ദേവുവിന്റെ ഇഷ്ടം പോലെ തന്നെ അരുണിനെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് സച്ചിയും പറയുകയാണ്. ഇത് കേൾക്കുന്നതും രേവതിക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാകും. പിന്നീട് ഈ വിവരം ലക്ഷ്മി അമ്മയും അതുപോലെ ശരത്തിനെയും ദേവുവിനെയും ഒക്കെ വിളിച്ച് രേവതി അറിയിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ സമ്മതിച്ചെന്നും നീയും അരുണും തമ്മിലുള്ള കല്യാണം നമുക്ക് എത്രയും വേഗം നടത്താമെന്നെല്ലാം രേവതി പറയുന്നത് കേൾക്കുമ്പോൾ ദേവുവിനും അത് കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ദേവുവിന്റെ കല്യാണം എത്രയും വേഗം നടത്താമെന്ന് തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അടുത്ത മുഹൂർത്തത്തിൽ എത്രയും വേഗം കല്യാണം നടത്തണമെന്നാണ് സച്ചി പറഞ്ഞത്. ഇനി ഞാൻ കാരണം ദേവുവിന്റെ സന്തോഷം ഇല്ലാതെ ആവണ്ട, അവൾ ഇനി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇനി ഈ കല്യാണം തന്നെ നടക്കട്ടെ. അങ്ങനെ സച്ചി പറയുകയാണ്. കാര്യം ദേവുവിന്റെ ഇഷ്ടത്തിന് സച്ചി വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിലും അരുണിനോട് അത്ര താല്പര്യം സച്ചിക്ക് അപ്പോഴും ഉണ്ടായിരിക്കില്ല. അങ്ങനെ രേവുവിന്റെ കല്യാണ വിവരം രവീന്ദ്രനോടും ചന്ദ്രമതിയോടും ഒക്കെ വന്ന് സച്ചിയും രേവതി അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ ഇനിയിപ്പൊ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലെ ഒരു ദാരിദ്ര്യ കല്യാണം തന്നെ ആയിരിക്കില്ലേ അതും. അപ്പൊ രേവതി പറയും, അങ്ങനെയൊന്നും അല്ല അമ്മേ, അവളും അരുണും തമ്മില് നല്ല ഇഷ്ടത്തിലാ. അവൻ നല്ല പയ്യന, ഞങ്ങൾ സാധാരണക്കാരാ, പൂ വിറ്റിട്ട് തന്നെയാ ജീവിക്കുന്നത് എന്ന് കരുതി ദാരിദ്ര്യ കല്യാണം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അവൾക്ക് എന്താണോ ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് അത് കൊടുത്തിട്ട് മാന്യമായി തന്നെ അവളെ ഇറക്കി വിടും. ഇത് കേൾക്കുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, ഓ പിന്നെ നിനക്കല്ലേ ഒരു മാന്യത, ഒന്നും മിണ്ടാതിരിക്കടി, നിന്റെ അനിയനെ പെരുങ്കള്ളന്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. രവീന്ദ്രൻ ചന്ദ്രയുടെ വായടപ്പിക്കുന്നുണ്ട്. ചന്ദ്രേ നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നീ ഒന്നും മിണ്ടാതിരുന്നേ. ശേഷം രവീന്ദ്രൻ സച്ചിയോട് എന്നാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛാ ഈ വരുന്ന ഞായറാഴ്ചയാണ്. അത് കേട്ട് വളരെ പെട്ടെന്നായി പോയല്ലോ എന്ന് പറയുന്നുണ്ട് രവീന്ദ്രനും. അത് അവര് തമ്മിൽ നല്ല ഇഷ്ടത്തിലാണല്ലോ, ഇനിയിപ്പോ എന്തിനാ നീട്ടി വെക്കുന്നത്, എത്രയും വേഗം കല്യാണം നടത്താന്ന് കരുതി എന്നതിന് മറുപടിയായി സച്ചി പറയുമ്പോൾ എല്ലാത്തിനും നീ തന്നെ വേണം മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ. അച്ഛനില്ലാത്ത കുട്ടിയാണ് ദേവു, അവളെ ഇറക്കി വിടേണ്ടത് നീയാ മോനെ.
എന്നെല്ലാം രവീന്ദ്രൻ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അവൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ തന്നെ അവളെ ഇറക്കി വിടണമെന്നോ? അപ്പൊ രവീന്ദ്രൻ ദേഷ്യത്തോടെ പറയും, ചന്ദ്രൻ ഞാൻ നിന്നോടല്ലല്ലോ പറഞ്ഞത്, സച്ചിയോടല്ലേ. ഓ, സച്ചിയോട് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ അവൻ അത് ചെയ്യാൻ എന്നുള്ള ചന്ദ്രയുടെ വാക്കുകൾ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഈ അമ്മയുടെ വായൊന്ന് അടച്ചു വെക്കാൻ പറഞ്ഞേക്ക്. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയും കാലം അച്ഛന്റെ അമ്മയുടെയും പൈസ വാങ്ങിച്ചിട്ടല്ലല്ലോ ഞാൻ ജീവിച്ചിട്ടുള്ളത്. എനിക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നൊക്കെ നല്ല ചുട്ട മറുപടി തന്നെ ചന്ദ്രയെ നോക്കി സച്ചി പറയുമ്പോ, മോനെ നീ ഇവള് പറയുന്നൊന്നും കേൾക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നീ വേണം എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യാൻ. പൈസ ഒരുപാട് ആവശ്യമുള്ള സമയമാണിപ്പോ. എന്റെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്. അത് ഞാൻ ദേവുവിന്റെ കല്യാണത്തിനായിട്ട് നിനക്ക് തന്നാലോ? സച്ചി പറയുന്നുണ്ട് കേട്ടോ അതൊന്നും വേണ്ടെന്ന്. ചന്ദ്രവതിയും പറയുകയാണ്, രഘുവേട്ടാ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ പൈസയൊക്കെ കൊടുക്കുന്നേ? അതൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. 50,000 രൂപ കൊടുക്കുന്നു, അതും അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. എന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? ആ ദേവു എന്ന് പറയുന്നവൾ അല്ലെങ്കിലേ ഒരു വായാടിയാ. ഇനിയിപ്പോ അവന്റെ കൂടെ പോയാലും അവനുമായിട്ട് ഒത്തുപോകാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രമതിയുടെ ഈ സംസാരമൊന്നും സച്ചിക്ക് തീരെ പിടിക്കുന്നില്ല. ദേഷ്യം വരുന്നുണ്ട്. സച്ചിക്ക് മാത്രമല്ല രേവതിക്കും. രേവതി അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? വെറുതെ എന്തിനാ എന്റെ അനിയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവള് നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവളിപ്പോ ചെന്ന് കയറാൻ പോകുന്ന വീടും നല്ലത് തന്നെയാ. വെറുതെ ഇല്ലാവചനം പറയരുത് കേട്ടോ. ഇതെല്ലാം ഇപ്പൊ ഞാനേ കേട്ടുള്ളൂ. അവളുടെ മുമ്പിൽ വെച്ചെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ. ചന്ദ്ര എടുത്തടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാടി. അല്ല നീ ഈ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വന്നവൾ തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോ, അമ്മേ അതൊക്കെ കഴിഞ്ഞു പോയല്ലേ, വെറുതെ എന്തിനാ അതെല്ലാം പറഞ്ഞ് എന്നെ കുത്തി നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അതേസമയം രവീന്ദ്രനാണെങ്കിലും ചന്ദ്രയോട് പറയും, ചന്ദ്ര നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. പിന്നെ ഇത് എന്റെ പൈസയാ, ഇതെങ്ങനെ ആർക്ക് കൊടുക്കണമെന്നേ ഞാനാണ് തീരുമാനിക്കുന്നത്. മോനെ സച്ചി, എന്തായാലും ആ പൈസ എടുത്ത് ഞാൻ നിനക്ക് തരാൻ പോവുക. ചന്ദ്രയ്ക്ക് ഇതങ്ങോട്ട് കേൾക്കുന്നത് ഒട്ടും സഹിക്കുന്നില്ല. കലീബ് കൊണ്ട് അങ്ങനെ ചന്ദ്രമതി നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നത്. എല്ലാവരും കൂടി എന്തോ ഒരു ചർച്ചയിലാണെന്ന് മനസ്സിലാക്കുന്ന അവര് ചോദിക്കുന്നുണ്ട് രേവതിയോടായിട്ട്, എന്താ ഏട്ടത്തി എന്താ കാര്യം? എല്ലാവരും വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. രേവതി അപ്പൊ സന്തോഷത്തോടു കൂടി ശ്രീകാന്തിനോടും വർഷയോടും പറയും രേവുവിന്റെ കല്യാണം തീരുമാനിച്ചുവെന്ന്. ശ്രീകാന്തിനും വർഷയ്ക്കാണെങ്കിലും അത് കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അതോടൊപ്പം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അവൾ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നല്ലേ പറഞ്ഞത്, അവനുമായിട്ട് തന്നെയാണോ കല്യാണമെന്ന്? ഇവിടെ സച്ചേട്ടനാണെങ്കിൽ അവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോ എന്ത് പറ്റി എന്നെല്ലാം ചോദിക്കുമ്പോൾ സച്ചേട്ടൻ സമ്മതിച്ചെന്നുള്ള കാര്യം അറിയിക്കുകയാണ് രേവതി. അത് വെക്കുമ്പോ ശ്രീകാന്ത് സച്ചിയോട് പറയും, അത് നന്നായി സച്ചേട്ട, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കട്ടെ, എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യവും ഒക്കെ അല്ലെ? അപ്പൊ സച്ചി ശ്രീകാന്തിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. ഞാനൊന്ന് താഴ്ന്നു എന്ന് കരുതിയിട്ടേ നീ എന്റെ തലയിലൊന്നും കയറി ഇരിക്കണ്ട. പിന്നെ ദേവുവിന് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. എന്തായാലും സച്ചേട്ടൻ ഇതിന് സമ്മതിച്ചല്ലോ. പിന്നെ രേവ ചേച്ചി, എനിക്ക് ദേവുവിനെ ഒന്ന് കാണണം. ഞങ്ങളുടെ കല്യാണത്തിന് മുൻപിൽ നിന്ന് ദേവുവാ. ചന്ദ്രമതി ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പാണല്ലോ, മുഖം വീർപ്പിച്ചുകൊണ്ട്. ചന്ദ്രമതി ഉടനെ പറയുന്നുണ്ട്, അതെ അതെ ഇവളുമാരെല്ലാവരും ഫ്രോഡാണല്ലോ എന്നിങ്ങനെ പറയുമ്പോ വർഷ ഇതിനിടയിൽ കയറി പറയും, ആന്റി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആന്റിക്ക് എപ്പോഴും ചേച്ചിയുടെയും ചേച്ചിയുടെ വീട്ടുകാരെയും പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെ, നല്ലതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ വർഷയോട് തനിക്ക് വേണ്ടി സംസാരിച്ച് ചന്ദ്രമതിയായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട് രേവതി. പക്ഷെ എല്ലാവർക്കും വേണ്ടി ഞാനൊരു ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നു. ശ്രീകാന്തും വർഷയും ഡ്രസ്സ് മാറ്റാനായിട്ട് റൂമിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട്, വർഷേ ദേവുവിന്റെ കല്യാണം നിനക്ക് അറിയാലോ, ഏട്ടത്തിക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഏട്ടന് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ കല്യാണം നടത്തേണ്ടത്. ദേവുവിനെ കുറിച്ച് പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അവളൊരു പാവം കുട്ടിയാണെന്ന് നിനക്ക് അറിയാലോ. അതുകൊണ്ട് അവളുടെ കല്യാണം നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് വേണം മുൻകൈ എടുത്ത് നടത്തി കൊടുക്കേണ്ടത്. അതെനിക്ക് അറിയാലോ ശ്രീകാന്ത് എന്ന് പറയുന്നുണ്ട് വർഷയും. തുടർന്ന് ശ്രീകാന്ത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കോളാമെന്നും ഫുഡിന്റെ പൈസയും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ എടുത്തോളാം, അതവർക്കൊരു ആശ്വാസമാവില്ലേ വർഷ എന്ന് ചോദിക്കുമ്പോൾ വർഷയാണെങ്കിലും ശ്രീകാന്തിനോട് യോജിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് സച്ചിയുടെയും രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ദേവുവിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡിന്റെ കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളാമെന്നും അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവര് തന്നെ എടുത്തോളാമെന്നും പറയുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി ശ്രീകാന്തിന് നേരെ പാഞ്ഞു വന്നിട്ട് ചോദിക്കുകയാണ്, എടാ നിനക്കും ഭ്രാന്തായോ ഇപ്പോ? നിന്റെ അച്ഛനെ പോലെ തന്നെ എല്ലാം വാരിക്കോരി അങ്ങ് കൊടുക്കാൻ എന്താ ഇത് ധർമ്മകല്യാണം വല്ലതുമാണോ? ഇത് കേട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്റെ മോനെ എന്റെ സ്വഭാവം അല്ലാതെ വേറെ ആരുടെ സ്വഭാവം കിട്ടാനാ ചന്ദ്രേ? അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് വീണ്ടും, നിങ്ങൾക്ക് എന്താ ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? അല്ല എന്തിന് ഇത്രയും പൈസയൊക്കെ ഇവളുടെ അനിയത്തിക്ക് വേണ്ടി ചെലവാക്കുന്നത്? ശ്രീകാന്ത് അന്നേരം ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്,
അമ്മേ നമ്മളല്ലാതെ പിന്നെ ആരാ ഏട്ടത്തിയുടെ അനിയത്തിക്ക് കൊടുക്കാനുള്ളത്? നമ്മൾ വേണ്ട ഈ കല്യാണം മുൻകൈ എടുത്ത് നടത്താനായിട്ട്. ശ്രീകാന്തിനോട് ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രമതി ആണെങ്കിൽ വർഷയെ പിരികേറ്റാൻ നോക്കുന്നുണ്ട്. വർഷയെ മോളെ, നിനക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ, നീ ഒന്ന് ഇവനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കൊടുക്ക് നീ. വർഷയാണെങ്കിലും ആ സമയത്ത് ശ്രീകാന്തിനോട് ചെയ്യണ്ട എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അത് കേട്ട് ശ്രീകാന്ത് ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ശ്രീകാന്ത് വർഷയോട് അല്പം ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ രേവതി അതിൽ ഇടപെട്ടുകൊണ്ട് പറയും, വേണ്ട ശ്രീകാന്ത്, വർഷയ്ക്ക് അത് അത്ര ഇഷ്ടമല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ് രേവതിയും സച്ചിയും കൂടിയിട്ട്. എന്നാൽ അപ്പോഴാണ് വർഷ ആ കാര്യം പറയുന്നത്. അത് പിന്നെ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞത്, നീ എന്തായാലും അവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ കരുതുന്നത് ദേവുവിന് ഒരു 5 പവന്റെ മാല വാങ്ങിച്ചു കൊടുക്കാനാ. അത് കേൾക്കുന്നതും ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട്. മോളെ, നീ എന്താ പറയുന്നത്? 5 പവനോ? 5 പവന് 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഈ എന്തൊക്കെയാ വർഷം ഈ പറയുന്നത്? നിന്റെ കയ്യിൽ എന്താ പൈസ ഇങ്ങനെ പൂത്തിരിക്കുകയാണോ? അപ്പൊ വർഷ പറയുന്നുണ്ട്, അത് പിന്നെ ആന്റി, ദേവുവിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങളുടെ കല്യാണം പോലും മുൻകൈ എടുത്ത് നടത്തി തന്നത് ദേവുവാണ്. ദേവുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവൾ അത്രയും നല്ല കുട്ടിയാ. അതുകൊണ്ട് എന്നെ കൊണ്ടാവുന്നത് ഞാൻ കൊടുക്കണ്ടേ? ഇത് ഞാൻ തീരുമാനിച്ചു പോയതാ ആന്റി. അതുകൊണ്ട് ചന്ദ്രമതിയോട് ഇങ്ങനെ എതിരെ നിൽക്കരുതെന്ന് പറയുകയാണ് വർഷ. ഇതിനിടയിൽ രേവതിയും അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വർഷ അപ്പോഴും പറയും, അങ്ങനെ പറയല്ലേ ചേച്ചി, ഞങ്ങളല്ലാതെ വേറെ ആരും ഒന്നും തരാനില്ലല്ലോ. എന്റെ രേവതി ചേച്ചിയുടെ അനിയത്തി എന്റെയും കൂടെ അനിയത്തിയാ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാനത് അവൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എതിര് പറയരുതെന്ന് രേവതിയോടും വർഷ ആവശ്യപ്പെടുകയാണ്. വർഷയുടെയും ശ്രീകാന്തിന്റെയും വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും സച്ചിക്കും രേവതിക്കും മനസ്സ് നിറഞ്ഞു പോകും. അങ്ങനെ അവര് നാളെ തന്നെ ദേവുവിന് വേണ്ടിയിട്ടുള്ള സ്വർണ്ണം എടുക്കാൻ പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. രേവതി വർഷയുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, വർഷേ, എന്റെ കയ്യിലും ഉണ്ട് കുറച്ച് പൈസ, ഒരു 3 പവൻ എടുക്കാനുള്ള പൈസ കാണും. നമുക്ക് ഒരുമിച്ച് പോയിട്ട് നാളെ സ്വർണ്ണം എടുക്കാം. പിന്നെ എടുക്കാൻ പോകുന്ന ഞാൻ അറിയുന്ന ഒരു സ്വർണ്ണക്കടയുണ്ട്. ചെറുപ്പം മുതലേ ഞാനവിടെ പൂ കൊടുക്കാറുള്ളതാ. നമുക്ക് അവിടെ പോയിട്ട് തന്നെ എടുക്കാം സ്വർണം. എന്താ, ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് വർഷയും. ഇതേ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവരുടെ സംസാരം എല്ലാം കേട്ട ശ്രുതി ദേഷ്യം പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിയോടും വർഷ ചോദിക്കുന്നുണ്ട്, നാളെ ചേച്ചിയും വരുന്നുണ്ടോ സ്വർണം എടുക്കാനെന്ന്. ഓ, ഞാൻ എന്തിനാ വരുന്നേ? ഞാൻ എന്തായാലും ഒന്നും കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ശ്രുതിയുടെ ആ മറുപടി കേട്ട് വർഷ പറയും, അങ്ങനെയാണെങ്കിൽ ചേച്ചി വരണ്ട, ഞാനും രേവ ചേച്ചിയും കൂടെ പോയി സ്വർണ്ണം എടുത്തോളാം. ഏതായാലും ഇതൊന്നും ശ്രുതിക്കും ചന്ദ്രമതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. രേവുവിന് വേണ്ടി എടുക്കുന്ന സ്വർണം ശ്രുതി മോഷ്ടിക്കാൻ വരെ തയ്യാറാവുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്